സാധാരണ ഇങ്ങോട്ടാണല്ലോ ചോദിക്കാറുള്ളത്. അതെ, ഞാൻ ഒരു സംശയം അങ്ങോട്ട് ചോദിക്കാം. ചില വിഭവങ്ങളുടെ പേരാണ്, കേട്ടിട്ടുണ്ടോ എന്ന് പറയണം. റാവൽപിണ്ടി ചിക്കൻ ടിക്ക മസാല കേട്ടിട്ടുണ്ടോ? ചിക്കൻ ടിക്ക കേട്ടിട്ടുണ്ട്. ബോലാരി പനീർ മേത്തി മാലെ. ബോലാരി എന്ന് എവിടെയോ കേട്ടിട്ടുണ്ട് അല്ലേ? അതെ. ആ, ബാലക്കോട്ട് തിരാമിസു ഒരു വിഭവം കേട്ടിട്ടുണ്ടോ? ബാലക്കോട്ട് കേട്ടിട്ടുണ്ട്. തീർന്നില്ല, റാഫിക്കി റാറ മട്ടൺ, അതിലും മട്ടൺ കേട്ടിട്ടുണ്ട്. സുക്കൂർ ഷാം സഫേര കോഫ്ത, ഒന്നും മനസ്സിലായില്ല. സർഗോദ ദാൽ മക്കാനി, സർഗോദ കേട്ടിട്ടുണ്ട്. ജക്കോബാദ് മേവ പുലാവ് ഭക്ഷണ സാധനം മനസ്സിലായി. അരി ആണ്. ബഹവൽപൂർ നാൻ, മനസ്സിലായി. അതായത് നമ്മുടെ വ്യോമസേനയുടെ 93ാമത്തെ വാർഷികമായിരുന്നു കഴിഞ്ഞ ദിവസം. ആ വാർഷികത്തില് നമ്മുടെ വൈമാനികർക്ക്, വ്യോമസേന ഓഫീസർമാർക്കും ഒക്കെ ഇത് വാർഷികം കൊണ്ടാടുകയാണ്. അപ്പൊ അതിനിങ്ങനെ മെനു അച്ചടിക്കും. ആ നിങ്ങളിങ്ങനെ വരുമ്പോ നിങ്ങളുടെ വിഭവങ്ങൾ ഇങ്ങനെയായിരിക്കും സാധാരണഗതിയിൽ. ഞാനും ഈ ഡിഫൻസ് കറസ്പോണ്ടന്റ്, യുദ്ധമൊക്കെ റിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പരിശീലനം എന്നുള്ളതിലേക്ക് 45 ദിവസം നമ്മുടെ സേനകളിലൊക്കെ പോയിട്ടുണ്ട്. ധാരാളം ഇൻവിറ്റേഷനുകൾ കിട്ടി. ഓരോ ദിവസവും നമ്മൾ ഈ അവിടെ ഓഫീസർ പദവിയാണ് നമ്മൾ ഈ വാർ കറസ്പോണ്ടന്റ്, യുദ്ധകാര്യ ലേഖനായിട്ട് പരിശീലനത്തിന് പോകുമ്പോൾ നമ്മളൊരു ഓഫീസറായിട്ടാണ് പരിഗണിക്കുക. അപ്പൊ മിക്കവാറും എന്തെങ്കിലും വിരുന്നൊക്കെ ഉണ്ടാവും, അപ്പൊ ഇൻവിറ്റേഷനും ഒക്കെ ഉണ്ടാവും. ഇന്ന ആളെ ഇൻവൈറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ മെനു എപ്പോഴും ഉണ്ടാവും. ഡ്രസ് ഇന്നതായിരിക്കണം എന്നൊക്കെ സാധാരണഗതിയിൽ പറയുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ വാർഷികത്തിലെ മെനു ഇതായിരുന്നു. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ ആക്രമണം നടത്തിയ സ്ഥലങ്ങൾ ആണ് ഇപ്പം നമ്മൾ വായിച്ചതിൽ പലതും. സർഗോദ, ബഹവൽപൂർ എന്നൊക്കെ ഉള്ളതേ, ജയ്ഷെ മുഹമ്മദ് മറ്റേതിൻ്റെയൊക്കെ ലഷ്കർ-ഇ തൈബ ഇവരുടെയൊക്കെ കേന്ദ്രങ്ങൾ ആക്രമിച്ചല്ലോ. ആ കേന്ദ്രങ്ങളുടെയൊക്കെ പേരുകളൊക്കെ വെച്ചിട്ടുള്ള മെനുവാണ്. ബഹവൽപൂർ നാൻ എന്നൊക്കെ കേട്ടില്ലേ? സർഗോദ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ അവരുടെ മെനു ഇങ്ങനെ. അപ്പൊ ഇത് മൊത്തത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ, ഒരു വിഭവം പറയുകയാണെങ്കിൽ പാകിസ്ഥാൻ റോസ്റ്റ് എന്ന് പറയാം. മൊത്തം കൂടെ ചേർത്ത് അല്ലേ? മൊത്തത്തിൽ പാകിസ്ഥാനെ ഫ്രൈ ചെയ്തെടുത്ത അല്ലേ? പാകിസ്ഥാൻ ഫ്രൈ എന്നൊക്കെ പറയാം, റോസ്റ്റ് എന്നൊക്കെ പറയാം. ഇങ്ങനെ ഒരു മെനു ഇപ്പൊ വൈറലായിട്ട് പ്രചരിക്കുന്നുണ്ട്. അപ്പോ ഇത് നമുക്ക് സ്വതന്ത്രമായിട്ട് സ്ഥിരീകരിക്കാനൊന്നും പറ്റിയിട്ടില്ല, ഇങ്ങനത്തെ വിഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ എന്നുള്ളത്. AI ജനറേറ്റഡ് അല്ലേ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി തയ്യാറാക്കി ഈ പാകിസ്ഥാനെ കളിയാക്കാനായിട്ട് ഈ വാർഷിക സമയം ഉപയോഗപ്പെടുത്തിയ ബുദ്ധിയുള്ള ആളുകൾ ഉപയോഗിച്ചതും ഒക്കെ ആകാം. അപ്പോൾ ഈ പാകിസ്ഥാനെ മൊത്തത്തിൽ ഇങ്ങനെ ഈ സമയത്ത് റോസ്റ്റ് ചെയ്ത ഒരു മിടുക്കൻ്റെ ഒരു സംഭവമാണെന്ന് തോന്നുന്നു. 2019 നമ്മൾ അതിർത്തി കടന്ന് നടത്തിയ ബാലക്കോട്ട് ആക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ മാത്രമല്ല, ബാലക്കോട്ട് ആക്രമണവുമായിട്ട് ഈ വിഭവങ്ങൾ ബന്ധിപ്പിച്ചിട്ടുണ്ട്. അന്ന് തകർത്തതാണ് ഈ ജക്കോബാദ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്നില്ലേ, POK ഒക്കെ ബാലക്കോട്ടെന്ന് ഇതിൽ വന്നല്ലോ. അപ്പൊ പാകിസ്ഥാന് ഉണ്ടായ നാശം, തകർച്ച, അതിന് കളിയാക്കുന്ന തരത്തിലുള്ള വിഭവങ്ങളുടെ പേരാണ് ഉണ്ടായത്. ബോലാരി എന്ന് പറയുന്നത് ഒരു വ്യോമത്താവളമാണ് നമ്മൾ ആക്രമിച്ചത്. ഇതിൽ ബോലാരി എന്ന് വന്നല്ലോ, ബോലാരി പനീർ മേത്തി മാലൈ എന്ന് വന്നില്ലേ? ബോലാരി വ്യോമത്താവളം. മുറിദ്കയിലെ ലഷ്കർ ക്യാമ്പുകളുടെ പേരുകൾ ഈ വിഭവങ്ങളിൽ വന്നു. അപ്പോൾ വാർഷികം കഴിഞ്ഞ് പിറ്റേന്നാണ് ഈ മെനു വൈറലായിട്ട് വന്നത്. അപ്പോൾ മുതിർന്ന ആർമി ഓഫീസർമാര്, പത്രപ്രവർത്തകരും ഒക്കെ ഈ മെനു പങ്കിട്ടു. അപ്പൊ മുതിർന്ന ഓഫീസർമാരും ആസ്വദിച്ചു എന്നർത്ഥം. അപ്പോ നമ്മള് ഈ മെയിൻ കോഴ്സ് കഴിഞ്ഞാൽ ഒരു ഡിന്നറിന്റെ
നമുക്ക് ഡെസർട്ട് ഉണ്ടല്ലോ, ആ. ഐസ്ക്രീമോ ഫ്രൂട്ട് ഫലൂദ. സലാഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉം. ഒരു ഡെസർട്ട് ഉണ്ടാവും. ഉം. ഇപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ ബ്രണ്ടൻ ബോട്ട് യാർഡിൽ പോയിരുന്നു, അത്താഴത്തിന്, ഫോർട്ട് കൊച്ചിയില്. ആ. അത് 5 സ്റ്റാർ ഹോട്ടലാണ്. ആ. അവിടെ നമുക്ക് ആദ്യം സ്റ്റാർട്ടേഴ്സ് ഉണ്ടാവും, ആ. അത് കഴിഞ്ഞ് മെയിൻ കോഴ്സ് വരും. സ്റ്റാർട്ടേഴ്സ് സൂപ്പോ അങ്ങനെ എന്തെങ്കിലും, പിന്നെ മെയിൻ കോഴ്സ്, അത് കഴിഞ്ഞൊരു ഡെസർട്ട്. ആ. ഇങ്ങനെയാണല്ലോ അത് പോകുന്നത്. അപ്പൊ ഇതിൽ ഡെസർട്ട് ആയിട്ട് ഈ മെനുവിൽ പറഞ്ഞിരുന്നത് അതാണ് ബാലക്കോട്ട് തിരാമിസു എന്ന് പറയുന്നത്. അത് ബാലക്കോട്ട് വെച്ചിട്ട് ഉള്ളതായിരുന്നു ഡെസർട്ട്. അതിന് പുറമെ മുസാഫറാബാദ് കുൾഫി ഫലൂദ, മുരിദ് കെ മീത്ത്, ഏറ്റവും അവസാനം നമ്മളെല്ലാം കഴിഞ്ഞിട്ട് ചിലർ മുറുക്കാനായിട്ടില്ലേ മീത്താപ്പാൻ ഇല്ലുണ്ടല്ലോ, മുരിദ് കെ മീത്താപ്പാൻ ആണ് ഏറ്റവും ഒടുവിൽ ആയിട്ട് ഇതിൻ്റെ അകത്തുണ്ടത്. മെയിൻ കോഴ്സിലാണ് ബഹൽപൂർ, നാൻ, റാവൽപിണ്ടി, ചിക്കൻ ടിക്ക മസാലയൊക്കെ. ഡെസർട്ട് ബാലക്കോട്ട്, മുസാഫറാബാദ്, മുരിദ് കെ ആക്രമണമൊക്കെ വെച്ചിട്ടാണ് ഡെസർട്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ IAF ദിനത്തിന് തിങ്കളാഴ്ച തയ്യാറെടുപ്പ് തുടങ്ങിയിരുന്നു, കഴിഞ്ഞ തിങ്കളാഴ്ച. അപ്പോൾ ആ തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ട് ഈ പട്ടാളക്കാരാവുമ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നവരാണല്ലോ. അപ്പോൾ 2 വിമാനങ്ങൾ പറന്നു, ഈ വാർഷിക വിവരം ഒക്കെ അറിയിച്ചിട്ടുള്ള ഒരു പറക്കൽ. ലോക്ഹീഡ് മാർട്ടിൻ C-130J, ആന്റണോവ് AN-32, ഇത് ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ്സ് ആണല്ലോ. അത് ആഗ്രയുടെ ആകാശത്ത് പറന്നു. അതിലെ കോൾ സൈൻസ് ഈ വിമാനങ്ങളിൽ 1 റഫീഖി, 2 ഷഹബാസ്. അത് ഷഹബാസ് ഷെറീഫിനിട്ട് താങ്ങിയതാണ് 1 റഫീഖി എന്ന് പറയുന്നത് ഒരു വ്യോമതാവളമാണ് പാകിസ്ഥാനിലെ. അത് 1965 യുദ്ധ വാർ ഹീറോ ആയിട്ട് അവർ കൊണ്ടാടുന്ന സ്ക്വാഡ്രൺ ലീഡർ സർഫ്രാൻ അഹമ്മദ് റാഫിക്കിയുടെ പേരിലാണ് ആ വ്യോമതാവളം. അപ്പം നമ്മൾ വിമാനം പറത്തിയപ്പോഴും അതിൽ റാഫിക്കി, ഷഹബാസ് എന്ന് കോൾ സൈൻസ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. ഇനി ആണ് നമ്മുടെ ക്ലൈമാക്സ് പറയാം. ശരിയായ മെനു ഞാൻ കണ്ടിട്ടുണ്ട്. അത് മുഴുവൻ വായിക്കുന്നില്ല. ശരിയായ മെനു: ചിക്കൻ ഗിലാഫി സീഖ്, മട്ടൺ തുണ്ട, മൈസൂർ മസാല ദോശ, വെജിറ്റേറിയൻസ് ഉണ്ടാവുക, സാമ്പാർ വട, കോക്കനട്ട് ചട്നി, ചിക്കൻ ഷവർമ, പനീർ ഷവർമ, മോമോ, വെജിറ്റേറിയൻ ചിക്കൻ മോമോ. ഇങ്ങനെയൊക്കെയായിരുന്നു ശരിയായ മെനു. അതാണ്. അപ്പോൾ നമ്മൾ JF-17 മിറാഷ് ഹെലികോപ്റ്ററുകൾ ഒക്കെ മധ്യ പഞ്ചാബിലൊക്കെ തകർത്ത, അവരുടെ മധ്യ പഞ്ചാബിലൊക്കെ തകർത്ത സ്ഥലങ്ങളുടെ പേരാണ് ഇതിൻ്റെ അകത്ത് ബുലാരി എന്നൊക്കെ പറഞ്ഞു വന്നിരുന്നത്. അപ്പോൾ ഇതാണ് ഒരു ശരിക്കും പറഞ്ഞാൽ വാർത്ത എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് കൗതുകങ്ങളും കൂടിയൊക്കെ വാർത്തയുടെ ഭാഗമായിട്ട് വരുമല്ലോ. അതെ. ഇത് തന്നെ എത്ര പേരിലേക്ക് ഷെയർ ചെയ്ത് പോയി കാണും. കാരണം നമ്മൾ പാകിസ്ഥാനെ ആക്രമിച്ചു, അവർക്ക് അടി കൊടുത്തു എന്ന് മാത്രമല്ല, അവരെ ഇപ്പോഴും പരിഹസിക്കുന്നത് നിർത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, മാത്രമല്ല ആർമിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാനെ കൂടുതൽ നാണം കെടുത്തുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഇല്ല. അതായത് പാകിസ്ഥാൻ എപ്പോഴും അവകാശപ്പെടുന്നത് നമ്മുടെ 6 വിമാനം വീഴ്ത്തിയെന്നാണല്ലോ. മാത്രമല്ല കഴിഞ്ഞ ദിവസം ആ ഖ്വാജ, അവരുടെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് അല്ലേ, അയാൾ പറഞ്ഞു മറ്റേ ഇവിടെ തകർത്ത വിമാനാവശിഷ്ടങ്ങൾക്കടിയിൽ ഞങ്ങൾ ഇന്ത്യയെ കുഴിച്ചു മൂടും എന്ന് പറഞ്ഞു. എന്ത് വിമാനം ഇവിടെ തകർത്തു? 6 വിമാനം എന്നൊക്കെ പറയുന്നത്. നമ്മളിത് കൊണ്ടാടുന്നതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ഈ കേന്ദ്രങ്ങൾ തകർത്തു, നമ്മൾ ഈ വ്യോമതാവളങ്ങൾ തകർത്തു. ബൊലാരി ഇല്ലേ, അവിടെയൊക്കെ ഹാങ്ങേഴ്സ് അല്ലേ വിമാനങ്ങളൊക്കെ ഉള്ള, അതും തകർത്തു നമ്മൾ. അവരുടെ വിമാനങ്ങളാണ് തകർത്തത്, അവരുടെ കേന്ദ്രങ്ങളാണ് തകർത്തത്, അവരുടെ മിസൈൽ സിസ്റ്റംസ് ഒക്കെയാണ് തകർത്തത്. ആ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒക്കെ ഒരു ആഘോഷമായിട്ടാണ് അല്ലേ ഈ വ്യോമസേനാ ദിനം കൊണ്ടാടിയത്. അതാണ്. അപ്പൊ അഭിമാനപൂർവ്വമാണ് നമ്മളിത് ഇപ്പോഴും കൊണ്ട് നടക്കുന്നത് അല്ലേ? അഭിമാനപൂർവ്വം നമ്മളൊരു പുതിയ വിഭവം ഉണ്ടാക്കി
പാകിസ്ഥാൻ റോസ്റ്റ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.